പി ദിവ്യയെ സംരക്ഷിക്കുന്നത് CPIM എന്നാണ് കുടുംബം പറയുന്നത്. ശ്യാം ദേവരാജ്, ലീഗൽ കറസ്പോണ്ടന്റ്, വീണ്ടും എത്തുന്നു നമുക്കൊപ്പം. ശ്യാം ദേവരാജ്, പാർട്ടിയും സർക്കാരും പ്രതിരോധത്തിലാകുന്നത് പി ദിവ്യയ്ക്ക് കൊടുക്കുന്ന സംരക്ഷണം അത് മറുഭാഗത്ത് നിൽക്കുന്ന പാർട്ടിയുടെ തന്നെ അനുഭാവികളായ ആളുകൾ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരായ ആളുകൾ ഉൾപ്പെടുന്ന ഒരു കുടുംബത്തിലെ വ്യക്തിയാണ് മരിച്ച ADM എന്നതുകൂടി വരുമ്പോഴാണ്. ഈ രണ്ട് കാര്യങ്ങളിലും CPIM-ന് ഇപ്പോൾ പൂർണ്ണമായും പി ദിവ്യയെ തള്ളിപ്പറയാനോ അല്ലെങ്കിൽ സംരക്ഷണമില്ല എന്ന് പറയാനോ കഴിയാത്ത ഒരു സാഹചര്യം കൂടി നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ വലിയ പ്രതിരോധത്തിലേക്ക് ഈ ഹർജിയിലെ തുറന്നു പറച്ചിൽ കൊണ്ടുപോകില്ലേ പാർട്ടിയെയും സർക്കാരിനെയും? സുജയ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കുടുംബം ഇക്കാര്യത്തിൽ ആഞ്ഞടിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞാൽ അക്കാര്യത്തിൽ തെറ്റില്ല. കാരണം അത്രത്തോളം വലിയ ഏറ്റവും രൂക്ഷമായ ഭാഷയിലാണ് ഒരുപക്ഷെ ഈ അന്വേഷണത്തെ സംബന്ധിച്ച് കുടുംബം എതിർക്കുന്നത്, രൂക്ഷമായ രീതിയിലാണ് എതിർക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘം നിലവിൽ ഈ അന്വേഷണം കാര്യക്ഷമമായി അന്വേഷിക്കാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ഏതെങ്കിലും ഒരു രീതിയിൽ മെച്ചപ്പെട്ട രീതിയിൽ ഇടപെട്ടിട്ടേ ഇല്ല എന്നതാണ്. മാത്രമല്ല കുടുംബം ഈ മരണം വിവരം അറിയുന്നത് മുതൽ ഉയർത്തുന്ന പല ആക്ഷേപങ്ങളുണ്ട്. ആ ആക്ഷേപങ്ങൾ ഒന്നുപോലും പ്രത്യേക അന്വേഷണ സംഘം പരിഗണിച്ചിട്ടില്ല, കണ്ണൂർ പോലീസ് പരിഗണിച്ചിട്ടില്ല എന്നൊരു ആക്ഷേപവും കൂടി ഈ ഹർജിയിലൂടെ കുടുംബം മുന്നോട്ട് വെക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ നവീൻ ബാബുവിന്റെ മരണം അറിയുന്ന നിമിഷം മുതൽ അക്കാര്യം ഈ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുന്നത്, അതായത് മൃതദേഹത്തിന്റെ പരിശോധന പോലീസാണ് നടത്തേണ്ടത്. അത് പരിശോധന നടത്തുമ്പോൾ കുടുംബത്തിന്റെ സാന്നിധ്യം അനിവാര്യമാണ് എന്നതാണ്. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായില്ല. അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കുമ്പോൾ അവിടെ പോലീസ് എന്തോ മറച്ചു പിടിക്കുന്നു അല്ലെങ്കിൽ എന്തൊക്കെയോ തെളിവുകൾ നശിപ്പിക്കുന്നു എന്നൊരു സംശയം കുടുംബത്തിനുണ്ട്. അങ്ങനെ കുടുംബത്തിനൊരു സംശയം തോന്നിക്കഴിഞ്ഞാൽ അത് നീതിപൂർവമായ അല്ലെങ്കിൽ അതൊരു പരിഗണിക്കപ്പെടേണ്ട സംശയമാണ്. അങ്ങനെയുള്ള ഒരു സംശയം നിലനിൽക്കുമ്പോൾ അത്തരം സംശയങ്ങൾക്കൊന്നും ഉത്തരം നൽകാൻ അന്വേഷണ സംഘത്തിന് SITക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് കുടുംബത്തിന് ഒരു ഘട്ടത്തിൽ ഈ തെളിവുകൾ സംരക്ഷിക്കപ്പെടണം എന്നാവശ്യപ്പെട്ട് കണ്ണൂരിൽ കോടതിയെ സമീപിക്കേണ്ടി വരുന്നത്. ഇക്കാര്യത്തിൽ അന്വേഷണ സംഘത്തിന്റെ വീഴ്ചകൾ ഓരോന്നോരോന്നായി തുറന്നു പറഞ്ഞ് ചൂണ്ടിക്കാട്ടി CBI അന്വേഷണത്തിന് മുന്നോട്ട് പോകേണ്ടി വരുന്നത്. മറ്റൊന്ന്, അവർ ഉയർത്തുന്ന വലിയ ഏറ്റവും ഗൗരവതരമായ ആക്ഷേപം എന്നത് ഇതൊരു കൊലപാതകമാണ് എന്ന കാര്യമാണ്. നവീൻ ബാബുവിന്റേത് അത് കെട്ടിത്തൂക്കി കൊന്നതാണ് എന്നൊരാക്ഷേപം, അത്തരമൊരു ഗൗരവതരമായ ആരോപണം അവർ ഈ ഹർജിയിലൂടെ തന്നെ മുന്നോട്ട് വയ്ക്കുന്നു. കാരണം അതിന് പറയാനുള്ളത്, യാത്രയയപ്പ് ചടങ്ങിന് ശേഷം നവീൻ ബാബു ക്വാർട്ടേഴ്സിലേക്ക് വന്നു. അങ്ങനെ ക്വാർട്ടേഴ്സിലേക്ക് വരുന്നതിന് പിന്നാലെ നവീൻ ബാബുവിനെ ചിലർ വന്ന് കണ്ടിരുന്നു. അങ്ങനെ വന്ന് കാണുമ്പോൾ അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നതിൽ വ്യക്തതയില്ല. മാത്രമല്ല പിറ്റേന്ന് ഈ മൃതദേഹം കണ്ടെടുക്കുമ്പോൾ അവിടെ നിന്ന് നവീൻ ബാബു നന്നായി വായിക്കുന്നയാളാണ്, നന്നായി എഴുതുന്നയാളാണ്, നിലപാടുകൾ ഉള്ളയാളാണ്. അങ്ങനെയെങ്കിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് അത്തരമൊരു ആത്മഹത്യാ കുറിപ്പ് എഴുതി വെക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അത്തരമൊരു ആത്മഹത്യാ കുറിപ്പ് കണ്ടെടുക്കാൻ SITക്ക് കഴിഞ്ഞിട്ടില്ല. അതൊന്നാമത്തേത്. SIT അങ്ങനെ കണ്ടെടുത്തിട്ടില്ല എങ്കിൽ ഒന്നുകിൽ SIT തെളിവ് നശിപ്പിച്ചു, അതല്ലെങ്കിൽ അതൊരു ആത്മഹത്യയല്ല, അതിനപ്പുറത്തേക്ക് ഒരു കൊലപാതകമാണ് എന്ന സംശയത്തിലേക്ക് കുടുംബം എത്തുന്നത് ഈ ഘട്ടത്തിലാണ്. അങ്ങനെ ഒരു സംശയം അവർ ഹൈക്കോടതിക്ക് മുന്നിൽ കൂടി ഉന്നയിക്കുമ്പോൾ അതൊരു ഗൗരവതരമായ സംശയമാണ്. കോടതി തന്നെ ഒരുപക്ഷെ നിരവധിയായ ചോദ്യങ്ങൾ തിരിച്ച് സംസ്ഥാന പോലീസിനോട്, സംസ്ഥാന സർക്കാരിനോട്, ആഭ്യന്തര വകുപ്പിനോട് ചോദിച്ചേക്കാം. എന്തുകൊണ്ടാണ് ഇക്കാര്യങ്ങളിൽ, അതായത് ഈ ഹർജിയിൽ ഉന്നയിക്കുന്ന വീഴ്ചകളിന്മേൽ അന്വേഷണം നടത്താത്തത്? അക്കാര്യത്തിൽ അന്വേഷണം നടത്തിയില്ലെങ്കിൽ എന്തുകൊണ്ട്? അല്ലെങ്കിൽ നടത്തിയിട്ട് എന്ത് കണ്ടെത്തി? എന്താണ് അതിന് ഉത്തരം? തുടങ്ങിയ നിരവധിയായ ചോദ്യങ്ങൾ ഹൈക്കോടതിയിൽ നിന്ന് ഉയർന്നേക്കാം. അങ്ങനെ ഉയർന്നാൽ അക്കാര്യത്തിൽ സംസ്ഥാന പോലീസ്, സംസ്ഥാന സർക്കാർ എണ്ണി മറുപടി പറയേണ്ടി വരും എന്നതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ അന്വേഷണത്തിൽ വീഴ്ചകളുണ്ട് എന്ന് കണ്ടെത്തിയാൽ ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ CBI അന്വേഷണത്തിന് വിടാം ഹൈക്കോടതിക്ക്. മറ്റൊന്ന്, ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നിലപാടാണ് ഇതിൽ മറ്റൊന്ന് പ്രധാനമായി വരിക. നിലവിൽ നമ്മൾ വളരെ സെൻസിറ്റീവായി കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു വാർത്ത എന്നത് ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകമാണ്. ആ കേസിൽ സംസ്ഥാന സർക്കാർ CBI അന്വേഷണത്തെ എതിർത്തു, ശക്തമായ രീതിയിൽ എതിർത്തു. കുടുംബത്തിന് സംസ്ഥാന പോലീസ്, സംസ്ഥാന സർക്കാർ ആ കുടുംബത്തിനൊപ്പമാണ് എന്ന നിലപാടെടുക്കുമ്പോഴും കുടുംബത്തിന്റെ ആ ആവശ്യം അംഗീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ല. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്നത് സംസ്ഥാന പോലീസ് ഈ കേസ് മെച്ചപ്പെട്ട രീതിയിൽ, മികച്ച രീതിയിൽ
അന്വേഷിച്ചു, അന്വേഷണം പൂർത്തിയാക്കുകയും ചെയ്തു. അങ്ങനെ പൂർത്തിയാക്കിയ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട് അതിന്റെ ക്രെഡിറ്റ് കിട്ടേണ്ടത് പോലീസിനാണ്, സംസ്ഥാന സർക്കാരിനാണ്, അത് CBIക്കല്ല എന്ന ഒരു വാശി അല്ലെങ്കിൽ അങ്ങനെ ഒരു കടുത്ത നിലപാടുള്ളത് കൊണ്ടാണ് വന്ദനാദാസിന്റെ കേസിൽ CBI അന്വേഷണം സംസ്ഥാന സർക്കാർ എതിർക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. പക്ഷേ ഈ കേസിൽ സംസ്ഥാന സർക്കാർ കുടുംബത്തിനൊപ്പമാണ് എന്ന് പറയുമ്പോൾ കുടുംബത്തിന്റെ ഈ ആവശ്യം സർക്കാർ അതേപടി അംഗീകരിക്കുമോ എന്നതാണ് നമുക്ക് മുന്നിലുള്ള കാര്യം. തീർച്ചയായും ADMന്റെ കുടുംബം നൽകിയ ഹർജിയിൽ CPIഎമ്മിനെതിരെ ഗുരുതര ആരോപണമാണ് വന്നിരിക്കുന്നത്.